CPM പലപ്പോഴും കാലഹരണപ്പെട്ട നിലപാടുകളാണ് പല കാലത്തും എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും കളിയാക്കാറുണ്ട്. കമ്പ്യൂട്ടർ, ട്രാക്ടർ മുതൽ ടില്ലർ മുതൽ അവസാനം സ്വാശ്രയ കോളേജ് വരെ, ഇപ്പൊ +2 സ്വാശ്രയ കോളേജ്, ഇതിലൊക്കെ CPM വളരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. നമുക്കറിയാം, പലപ്പോഴും ഈ സ്വാശ്രയ കോളേജിന്റെ പേരിലാണല്ലോ കൂത്തുപറമ്പ് വെടിവയ്പ് ഉണ്ടായത്. കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ കോളേജായി നടത്തുന്നു, സ്വാശ്രയ കോളേജായി നടത്തുന്നു എന്നാണ് അന്ന് CPMന്റെ വാദം. അത് പാടില്ല. അന്ന് സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരായി നടത്തിയ സമരവും കൂത്തുപറമ്പ് വെടിവെപ്പും ഒക്കെ നമുക്കറിയാം. പക്ഷെ പിന്നെ സംഭവിച്ചത് എന്താ? CPM അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ എത്രയോ കൊല്ലം പരിയാരം മെഡിക്കൽ കോളേജ് CPM നടത്തി. MB ജയരാജനെ പോലെയുള്ള ആളുകൾ അതിന്റെ ഡയറക്ടറായിരുന്ന് CPM സ്വാശ്രയ കോളേജ് നടത്തി. ഞങ്ങൾ കളിയാക്കാറുണ്ട്. ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി സമ്മേളനത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ജയരാജൻ നേരെ വന്ന് ഇവിടെ വന്ന് കോളേജിൽ വന്ന് പരിയാരത്ത് വന്ന് ആളുകളോട് അഡ്മിഷൻ കാശ് മേടിച്ച് സ്വാശ്രയ നിയമനം നടത്തും. ഒന്നത്. രണ്ട്, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സ്വാശ്രയ കോളേജിനെതിരെ വലിയ സമരം നടക്കുമ്പോഴാണ് നേതാക്കന്മാരുടെ മക്കളൊക്കെ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ പഠിച്ചത് അമൃതയുടെ കോളേജിലാണ്. ഇത് കേരളത്തിന് പുറത്താണെന്ന് വേണ്ടി വാദത്തിന് പറയാം. മുഖ്യമന്ത്രിയുടെ മകൻ പഠിച്ചത് എറണാകുളത്തെ ഒരു സ്വാശ്രയ കോളേജിലാണ്. അതുപോലെ മിക്കവാറും നേതാക്കളുടെ മക്കൾ, ഞാൻ പേരുകൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്, സ്വാശ്രയ കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ സ്വാശ്രയ കോളേജ് കേരളത്തിന് ആവശ്യമില്ല എന്ന് CPMന് ഇപ്പൊ അഭിപ്രായം ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അതിന്റെ നടത്തിപ്പുകാരുമായി. ഇപ്പൊ അവരുടെ ആളുകൾക്കൊക്കെ സ്വാശ്രയ കോളേജുകളുണ്ട്, അതിന് സംഗതിയുണ്ട്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ നെഹ്റു കോളേജിനൊക്കെ ആയി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഇനി സ്വാശ്രയ കോളേജ് മാത്രമല്ല, +2 ഒരിക്കലും നടപ്പാക്കില്ല എന്ന് പറഞ്ഞു, പ്രീ ഡിഗ്രി ബോർഡ് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ +2 വന്നു കേരളത്തിൽ നിരവധി പദ്ധതികൾ. ഇപ്പോ നെടുമ്പാശ്ശേരി വിമാനത്താവളം, എന്റെ നെഞ്ചത്ത് കൂടി മാത്രമേ നെടുമ്പാശ്ശേരി വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ ഒരു കാലമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി, അതിന്റെ ഡയറക്ടറായി. കാരണം ഗവൺമെന്റ് പ്രതിനിധിയാണ് അവിടെ ഡയറക്ടർ ബോർഡിൽ വരിക. ഞാൻ പറഞ്ഞത് നിരവധി കാര്യങ്ങൾ. മറ്റൊന്ന്, സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ 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 വാചകങ്ങൾ അടിച്ചു, ഒക്കെ പോയി. ഇപ്പോ സതീശൻ കൊണ്ടുവന്ന ചില ഇതുകളെ അവർ ചോദ്യം ചെയ്യുന്നത് വളരെ തമാശയുള്ള ചില സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഇവിടെ ഒക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്. സതീശൻ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് ആണെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാം. പക്ഷേ സ്വകാര്യ മൂലധനം വരുന്നതിന് CPMന്റെ നിലപാടെന്താ? ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വകാര്യ മൂലധനം കേരളത്തിൽ വരും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് നവ ഉദാരവൽക്കരണത്തിൽ പെടുവോ, നവ സാമ്പത്തിക നയങ്ങളിൽ പെടുവോ എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലണ്ടനിൽ ആകെയുള്ളത് കാറൽ മാർക്സിന്റെ ശവകുടീരം മാത്രമാണ് മാർക്സിസ്റ്റ് ആയിട്ട്. ബാക്കി ഒന്നും അവിടെ മാർക്സിസ്റ്റ് അല്ല. ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം വാങ്ങുന്നത്, അല്ലെങ്കിൽ അതുപോലെ പൈസ എടുക്കുന്നത്, വലിയ ഉയർന്നതിൽ ലോൺ എടുക്കുന്നത് ഏതർത്ഥത്തിൽ നവ ലിബറൽ നയങ്ങൾക്ക് എതിരായിട്ടുള്ള പോരാട്ടമാണ്. ഏത് നവ ലിബറൽ നയങ്ങൾക്ക് എതിരായിട്ടാണ് നിങ്ങൾ പോരാടിയത്? വിഴിഞ്ഞം എതിർത്തു ഒരു ഘട്ടത്തിൽ. വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ അതിന്റെ നടത്തിപ്പുകാരായി ഗൗതം അദാനി വന്നു, കണ്ടു. കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം വേണ്ട എന്ന് CPMന് അഭിപ്രായമുണ്ടോ? കേരളത്തിന് പുറത്തും ആഗോള സംഗമം, നിക്ഷേപ സംഗമം, മലയാളി സംഗമം, ലോക മലയാളി സഭ, ഇതൊക്കെ എന്തിനാണ്ടായേ? കേരളത്തിലേക്ക് ഇതാ നിക്ഷേപം ഓടി വരുന്നു. മന്ത്രി രാജീവ് പറഞ്ഞു ഇവിടെയൊക്കെ നിക്ഷേപം വന്ന് അറിഞ്ഞു, ഇഷ്ടം പോലെ പുതിയ നിക്ഷേപങ്ങൾ വന്നു. എന്ത് നിക്ഷേപം വന്നു? അപ്പൊ ഈ നിക്ഷേപം വരിക എന്ന് പറഞ്ഞാൽ വെറുതെ വരില്ലല്ലോ. നിക്ഷേപം വരുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. അത് ഏത് മേഖല? അതിപ്പോ കരിമണലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അതിന്റെ പാരിസ്ഥിതിക സാമൂഹ്യ പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇപ്പൊ കേരളയിൽ ആരാ കൊണ്ടുവരണേ? ആരുടെ മൂലധനം? സ്വകാര്യ മൂലധനമാണ്. അതുകൊണ്ട് വേറെ എവിടെ നിന്ന് മൂലധനം അല്ലെങ്കിൽ കടം മേടിക്കണം. അപ്പോ ഏത് പ്രോജക്റ്റും വരുന്നത്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ VS അച്യുതാനന്ദൻ ഇരുന്ന കാലത്താണ് അതിന് വേണ്ടി മുലമ്പള്ളിക്കാരെ കുടിയൊഴിച്ചത്. അപ്പോൾ അത് സ്വകാര്യമല്ലേ? സ്മാർട്ട് സിറ്റി കരാറ് അപ്പൊ നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് CPMനെ സംബന്ധിച്ചിടത്തോളം CPM സ്വകാര്യ മൂലധനത്തിനെ വല്ലാതെ സ്വാഗതം ചെയ്യും ഒരു ഘട്ടത്തിൽ. പക്ഷെ അവർ പ്രതിപക്ഷത്ത് വരുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ എല്ലാവരും ചിരിച്ച ഒരു പ്രഭാഷണമുണ്ട് നോളജ് എക്കോണമിയെ കുറിച്ച് ഈ രാജീവ് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? നിയമസഭാ രേഖ എടുത്ത് നോക്കൂ. മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? നവകേരളം എന്നുള്ള അവരുടെ ഇതിൽ നോളജ് എക്കോണമി. ഞങ്ങൾ പറയുന്ന നോളജ് എക്കോണമി വേറെ, നിങ്ങളുടെ നോളജ് എക്കോണമി വേറെ. അതെങ്ങനെയാവുക?
ഇന്ന് ഡാറ്റയാണ് ലോകത്തിലെ ഏറ്റവും വിലയുള്ള സംഗതി. നോളജ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തോതിലാണ് ഉണ്ടാവുക. AI കുറിച്ച് വിദഗ്ധനായ ശ്രീ MV ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, AI വന്നാൽ സോഷ്യലിസം വരുമെന്ന്. ഞാൻ പറഞ്ഞത് AI പോലെയുള്ള സംവിധാനം വരണോ, പുതിയ ടെക്നോളജി ഇവിടെ വരണോ? വരണ്ടാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് വരും. പക്ഷെ CPM ഇതെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ, നേരത്തെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, ഗെയിൽ പൈപ്പ് ലൈൻ ഒന്നും ഞാൻ പറയുന്നില്ല, അദാനിയുടെ ഗെയിൽ പൈപ്പ് ലൈൻ, അദാനി ഇന്ത്യൻ ഓയിൽ പൈപ്പ് ലൈൻ ആണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിൽ വരുന്നത്, പൈപ്പ് ലൈൻ ആയിട്ട് വരുന്നത്. അത് കൊണ്ടുവന്ന് ഞങ്ങളാന്ന് പറയുന്നത്, അദാനിയുടെ പൈപ്പ് ലൈൻ. അദാനി ഈസ് അവർ പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരാൾ മന്ത്രിയായിരുന്നു, തോറ്റുപോയി. ഏറ്റുമാനൂര് എന്നുള്ള തുറമുഖ മന്ത്രിയായിരുന്നു, തോറ്റുപോയി. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പൊ അദാനി അവിടെ കണ്ടു. അദാനിയെ കണ്ടെന്താ കുഴപ്പം? ഗൗതം അദാനി AKG സെന്റർ വന്നപ്പോൾ ഓർമ്മയുണ്ടോ? മറന്നുപോയോ? അപ്പൊ ഇനി സതീശൻ അദാനിയുടെ ഒരു CEO കണ്ടു എന്ന് തന്നെ വയ്ക്കുക. എനിക്കറിയില്ല കണ്ടോന്ന്. കണ്ടെങ്കിൽ തന്നെ എന്താ, ഒരാളെ എയർപോർട്ടിൽ വെച്ച് കണ്ടു, ചിരിച്ചു, എന്തോ വലിയ വാർത്തയാവും. അതല്ലല്ലോ വാർത്ത. അദാനി ഇവിടെ വന്നാൽ സ്വീകരിക്കില്ലേ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിൽ അദാനിയോട് കേരളത്തിൽ കിടക്കരുന്ന് പറയും? എനിക്കൊന്നുമില്ല. എല്ലാ ഇൻവെസ്റ്റർമാരെയും വിളിച്ചു വരുത്തിയതാ. ഇവിടെ എല്ലാ നിയമങ്ങളും ലഘൂകരിച്ചു കൊടുത്തതാ ഇൻവെസ്റ്റർമാർക്ക്. എത്ര നിയമം എങ്ങനെയാണ്? ഇപ്പൊ വലിയ വിവാദം മിണ്ടാതിരിക്കേണ്ടത്. MB രാജേഷ് മദ്യനയത്തിൽ വലിയ ചർച്ച വന്നല്ലോ. ബ്രൂവറി വരാൻ പോയത് ആരുടെയാ? പബ്ലിക് സെക്ടറിലായിരുന്നു. കേരളത്തിൽ 2 പബ്ലിക് സെക്ടർ ബ്യൂറോയിൽ പൂട്ടിയിട്ടിരിക്കുക. ചിറ്റൂർ, മന്നവും ചിറ്റൂരും 2 എണ്ണം. എന്നിട്ടാണ് ഒയാസിസ് എന്ന് പറയുന്ന ഒരു ഗൂഗിളി കമ്പനിക്ക് വേണ്ടി അതിന്റെ PR ആയി MB രാജേഷ് വന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സ്വകാര്യ നിക്ഷേപത്തെ CPM എതിർക്കുന്നുണ്ടോ? സ്വകാര്യ നിക്ഷേപം വരികയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു മേഖലയിലേ വരൂ. അത് ഏത് മേഖല വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഗവൺമെന്റിനാണ്. ആ മേഖലയിൽ വരുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹ്യ, പാരിസ്ഥിതിക, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് നോക്കിയാകണം അത് തീരുമാനിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സ്വകാര്യവൽക്കരണം, സതീശൻ ഒന്നും സ്വകാര്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വകാര്യവൽക്കരണം വളരെ ക്ലിയർ ആയിട്ട് കുറെ കാലമായി നടക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ തോതിലുള്ള ചില സമാശ്വാസ നടപടികൾ, സമ്പത്തിന്റെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ടിൽ ഇത് കൊടുക്കുന്നു എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യം, ഒരു ആനുകൂല്യമാണ്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ്. പെൻഷൻ കൂട്ടണം എന്ന് പറഞ്ഞ് പെൻഷൻ കൂട്ടാന്ന് പറയുന്നു, അതൊരു ആനുകൂല്യമാണ്. അതൊക്കെ ചെയ്യാം. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടണം എന്നതാണ് നവലിബറൽ നയങ്ങളുടെ അടിത്തറ. അത് തന്നെയാണ് തോമസ് ഐസക്കും പറഞ്ഞത്, അത് തന്നെയാണ് ബാലഗോപാലനും പറഞ്ഞത്, പിണറായി സർക്കാരും പറയുന്നത്. കാരണം അതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്. അപ്പൊ സ്വകാര്യവൽക്കരണം എന്ന വാക്കിനെ ആരെതിർക്കുന്നു? എവിടെ എതിർത്തു? ഒരാളും എതിർത്തിട്ടില്ല. ഭരണത്തിൽ വരുമ്പോൾ സ്വകാര്യ വിരുദ്ധനാവും, നവലിബറൽ നയങ്ങൾ എന്നൊക്കെ പറയും. ഭരണത്തിലെത്തിയാൽ ഉടനെ നവലിബറൽ നയങ്ങൾ എന്ന് പറയാതെ അതേ നയങ്ങൾ നടപ്പാക്കും. ഇത് ഇരട്ടത്താപ്പാണ്. ഇത് കേരളത്തിൽ ജനങ്ങൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.